ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു വേക്കൻസിയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയുടെ വേക്കൻസിയാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ വേക്കൻസിയാണ്. പക്ഷേ നമ്മുടെ കേരളത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണിത്. കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്, ആലപ്പുഴയിൽ വേക്കൻസി ഉണ്ട്, കൊല്ലത്ത് വേക്കൻസി ഉണ്ട്, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് 1, 2, 3, 4, 5, 6 ഡിസ്ട്രിക്റ്റുകളിൽ ഇതിന്റെ വേക്കൻസി ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഏതെല്ലാം തരത്തിലുള്ള വേക്കൻസിയാണ്, അല്ലെങ്കിൽ ഓരോ വേക്കൻസിക്കും ഏതെല്ലാം ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏജ് എന്തായിരിക്കും, എലിജിബിലിറ്റി ക്രൈറ്റീരിയ മൊത്തം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും കുറഞ്ഞ സാലറി എന്ന് പറയുന്ന ഗവൺമെന്റ് ജോബാ പെർമനന്റ് ജോബാണ്. ഏറ്റവും കുറഞ്ഞ സാലറി എന്ന് പറയുന്നത് 40,000 തൊട്ട് 71,000 രൂപ വരെ. നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കും. നിങ്ങൾക്ക് 10th-കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, 12th-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഡിഗ്രി ഗ്രാജുവേറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഏജ് എന്ന് പറയുന്നത് 18 തൊട്ട് 45 വയസ്സ് വരെയുള്ള മെയിൽ ഫീമെയിലിന് ബോത്ത് കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഫോർ ദിസ് ജോബ്. നിങ്ങൾക്ക് നല്ല സാലറി ഉണ്ട്, പെർമനന്റ് ഗവൺമെന്റ് ജോബാണ്, ആൾ ഇന്ത്യ ജോബാണ്. ആൾ ഇന്ത്യ ഇത്രയും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഇത്രയും നല്ലൊരു വേക്കൻസി ഈ വർഷം ഇതിന്റെ വേക്കൻസി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഈ വേക്കൻസി വന്നിട്ടില്ല. അപ്പോൾ വളരെയേറെ ആഗ്രഹിച്ചിരിക്കുന്ന വേക്കൻസിയാണ്. ഞാൻ നിങ്ങളുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഷെയർ ചെയ്യാം. FCI റിക്രൂട്ട്മെന്റ് 2026 നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ ഒരു വേക്കൻസി എന്ന് പറയുന്നത് 33,566 വേക്കൻസി ഉണ്ട്. വളരെ നല്ല വേക്കൻസി ഉണ്ട്. കേരളത്തിൽ ഏതാണ്ട് 900 വേക്കൻസി ഉണ്ട്. കുറയാനും കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 900 വേക്കൻസിയാണ് കേരളത്തിൽ വരുന്നത്. ഇവിടെ ഈ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് റിക്രൂട്ട്മെന്റിനെ FCI റിക്രൂട്ട്മെന്റ് 2026. പോസ്റ്റ് കാറ്റഗറി 1, 2, 3, 4 എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. ടോട്ടൽ വേക്കൻസി 33,566 എക്സ്പെക്റ്റഡ് ആണ്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആണ്. നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ CVT പ്ലസ് ഇന്റർവ്യൂ ഉണ്ട്. സാലറി നിങ്ങൾക്ക് 40,000 തൊട്ട് 71,000 വരെയാണെന്ന് ഞാൻ പറഞ്ഞു. ജോബ് ലൊക്കേഷൻ ആൾ ഇന്ത്യയാണ്. കാറ്റഗറിയിൽ ഏതൊക്കെ വേക്കൻസിയാണ് നമുക്ക് നോക്കാം. കാറ്റഗറി 2-ൽ 6,221 വേക്കൻസി ഉണ്ട്. കാറ്റഗറി 3-ൽ 27,345 ഉണ്ട്. കാറ്റഗറി 4-ൽ ഇല്ല. അത് ഈ രണ്ടും കൂടെ കൂട്ടിയാണ് 33,566 വേക്കൻസി. ഏതൊക്കെ വേക്കൻസിയാണ്? മാനേജർ, ജനറൽ റിപ്പോർട്ട്, മൂവ്മെന്റ് അക്കൗണ്ട്, ടെക്നിക്കൽ ഇതൊക്കെ മാനേജറുടെ വേക്കൻസി ഉണ്ട്. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്. സ്റ്റെനോഗ്രാഫർ ഉണ്ട്. ടൈപ്പിസ്റ്റ് ഉണ്ട്. സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ്, ഇത്രയും വേക്കൻസികളുണ്ട്. എലിജിബിലിറ്റി, നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണ്? മാനേജർ, ജനറൽ റിപ്പോർട്ട്, ഗ്രാജുവേറ്റ് വെച്ച് 60% മാർക്ക്. നിങ്ങൾക്ക് ഗ്രാജുവേറ്റിൽ നിന്ന് അത് 60% മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല, വിത്തൗട്ട് എക്സ്പീരിയൻസിലാണ്. മാനേജർ ടെക്നിക്കലിന്റെ നിങ്ങൾക്ക് BSc അഗ്രികൾച്ചർ, BTech ഫുഡ് സയൻസിന്റെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മാനേജർ അക്കൗണ്ട്സ്, CA, ICWA, CS ഓർ BCom, MBA ഫൈനാൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗ് പോസ്റ്റ്, ഡിഗ്രി ഇൻ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ. നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ ഉണ്ട്, ജൂനിയർ എഞ്ചിനീയറിന്റെ. നിങ്ങൾ സിവിൽ എഞ്ചിനീയറിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് അപ്ലൈ ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ എഞ്ചിനീയറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഗ്രാജുവേറ്റ് ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലറിക്കൽ പോസ്റ്റാണ്. അതിന് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പാസ്സായിരിക്കണം. മാനേജറുടെയാണ് ഇവിടെ പറയുന്നത്. 28 മാക്സിമം മാനേജറുടെ 28 വയസ്സാണ്. OBCക്ക് 3 വർഷത്തെ ഇളവുണ്ട്. SC STക്ക് 5 വർഷത്തെ ഇളവുണ്ട്. PWD അപ് ടു 15 ഇയേഴ്സിന്റെ ഇളവുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ് അപ് ടു 50 ഇയേഴ്സിന്റെ ഇളവുണ്ട്. ഇനി റിക്രൂട്ട്മെന്റ് 26 അപ്ലൈ ഓൺലൈനാണ്. വിസിറ്റ് ദ ഒഫീഷ്യൽ FCI വെബ്സൈറ്റ്. ക്ലിക്ക് കൊണ്ട് അതങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരുന്നുണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ലിങ്ക് ആക്ടിവേറ്റ് ആയിട്ടില്ല. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ താമസിയാതെ ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വരും. അപ്പം ഞാൻ വീഡിയോ ഇടും, നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യും. പക്ഷേ ഇത് നിങ്ങളെ ഇപ്പം അറിയിക്കുകയാണ്. നിങ്ങൾ തയ്യാറെടുക്കണം ഇതിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞാൻ ഇതിന്റെ ഒറിജിനൽ ഇതിന്റെ വേക്കൻസി, ഇതിന്റെ നോട്ടിഫിക്കേഷൻ, അതിന്റെ ക്ലിയർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യാം. വളരെ താമസം ഇല്ലാതെ വരും ഇതിന്റെ
ഇനി ഡോക്യുമെന്റ്സ് ഏതൊക്കെ വേണം? നിങ്ങൾക്ക് റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഐഡന്റിറ്റി പ്രൂഫ് വേണം, കാറ്റഗറി സർട്ടിഫിക്കറ്റ് എഞ്ചിനീയർ പഠിച്ചവർ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട്, ക്ലറിക്കൽ. അപ്പോൾ അതിന്റെയൊക്കെ കാറ്റഗറി എന്ന് പറയുന്നത് കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ക്ലറിക്കൽ പോസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. UR/OBC EWS നിങ്ങൾക്ക് 800 രൂപ കൊടുക്കണം. SC ST PWD ഫീമെയിലിന് എക്സംപ്റ്റഡ് ആണ്, നിങ്ങൾ പൈസയൊന്നും കൊടുക്കണ്ട. ദ സെലക്ഷൻ പ്രോഗ്രസ് ഓഫ് FCI റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ ഓൺലൈൻ കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് അതായത് ഫോർ മാനേജർ പോസ്റ്റിനുള്ള ആ ഒരു മാനദണ്ഡമാണ് ഇവിടെ പറയുന്നത്. ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. ഫോർ മാനേജർ പോസ്റ്റിന് വേണ്ടി ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ഫേസ് 1 ആയിട്ട് 2 ടെസ്റ്റ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. ഇത് മാനേജർ പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതർ പോസ്റ്റിന് വേണ്ടി ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, CBT സ്കിൽ ടെസ്റ്റ്, നിങ്ങളുടെ ഏത് സ്കില്ലാണ് അതിന്റെ ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്ലിയർ ഈസ്റ്റ് സ്റ്റേറ്റ് ടു ബി ഷോർട്ട് ലിസ്റ്റഡ്. ഇനി എക്സാം പാറ്റേൺ പറയുന്നതിന് മുന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞ് ആലപ്പുഴ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏതൊക്കെയാ വേക്കൻസി ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാ ഈ വേക്കൻസി ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ പോസ്റ്റ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. AG 3 മാനേജർ പോസ്റ്റ് ഉണ്ട്, JE പോസ്റ്റ്, ജൂനിയർ എഞ്ചിനീയറുടെ പോസ്റ്റ് ഉണ്ട്, ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട്, സ്റ്റെനോയുടെ പോസ്റ്റ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ 10th 12th ഗ്രാജുവേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ പോസ്റ്റിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നോർത്ത് ജൂണിലേക്ക് സൗത്ത് ജൂണിലേക്ക് എത്ര വേക്കൻസി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നോർത്ത് ജൂണിൽ നിങ്ങൾക്ക് 2388 ഉണ്ട്, സൗത്ത് ജൂണിലുണ്ട് 989 ഉണ്ട്, ഈസ്റ്റ് ജൂണിൽ 768 ഉണ്ട്, വെസ്റ്റ് ജൂണിൽ 713 ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ജൂണിൽ 185 ഉണ്ട്. ഇനി നമ്മൾ വരുന്ന സ്റ്റേറ്റ് ഇൻക്ലൂഡിംഗ് ഈച്ച് FCI ജോൺ. ഇത് ഏതൊക്കെ ജൂണാണെന്ന് പറയും. നോർത്ത് ജൂൺ എന്ന് പറയും പഞ്ചാബ്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. ഇനി സൗത്ത് ജൂണിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കേരളയുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഇത് സൗത്ത് ജൂണിൽ വരുന്ന. നമ്മളിനി അധികം നോക്കുന്നില്ല, ഞാൻ അധികം സമയം കളയുന്നില്ല. സൗത്ത് ജൂണിലുള്ള ആ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും ഇവർക്ക് ഏതൊക്കെ വേക്കൻസി ആണെന്ന് പറയുന്നു. അസിസ്റ്റന്റ് ഗ്രേഡ് 3 ഉണ്ട്, ഡിപ്പോർട്ട് മാനേജർ ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, ജൂനിയർ അക്കൗണ്ട് ഉണ്ട്, ടൈപ്പിസ്റ്റ് ഉണ്ട്, സ്റ്റെനോയുണ്ട്. ഉത്തർപ്രദേശിൽ 3000 വേക്കൻസി ഉണ്ട്, രാജസ്ഥാനുണ്ട്, നമ്മുടെ കർണാടക 1000 വേക്കൻസി ഉണ്ട്, 600 തൊട്ട് 900 വരെ വേക്കൻസി ഉണ്ട് കേരളത്തിൽ. എക്സ്പെക്റ്റഡ് വേക്കൻസി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് കേരള എക്സ്പെക്റ്റഡ് വേക്കൻസിയാണ്. അതായത് നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ സർക്കുലർ വന്നിട്ടില്ല, പക്ഷെ മറ്റുള്ള സർക്കുലർ വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ വർഷം അതായത് 2026 ഇത് നടക്കുമെന്നും എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പണ്ട് പോസ്റ്റ് ഓഫീസിന്റെ ഒരു വേക്കൻസിയെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞ് ഇന്ന ദിവസം അതിന്റെ അപ്ലൈ തുടങ്ങുമെന്ന്. അത് കണക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ഒറിജിനൽ വരികയും ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ എത്ര പേര് അതിനകത്ത് അപ്ലൈ ചെയ്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അപ്ലൈ ഞാൻ പറഞ്ഞ ഡേറ്റിന് തന്നെ തുടങ്ങിയായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് കേരള സൗത്ത് ജോൺ ഈസ് എക്സ്പെക്ടഡ് ടു ഹാവ് വേക്കൻസീസ് മെയിൻലി. കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്, ആലപ്പുഴയിൽ വേക്കൻസി ഉണ്ട്, കൊല്ലത്ത് വേക്കൻസി ഉണ്ട്, തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്, പാലക്കാട് വേക്കൻസി ഉണ്ട്, കോഴിക്കോട് വേക്കൻസി ഉണ്ട്. 600 തൊട്ട് 900 വരെ ഇവിടെ പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഈ എക്സാം പരീക്ഷയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. എക്സാം പാറ്റേൺ ഫേസ് 1 എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ മാർക്കറ്റിംഗ് സ്കീമാണ്. 1+ ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ കിട്ടും. അല്ല നിങ്ങൾ റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് 0.20 മാർക്ക് നിങ്ങളുടെ കട്ട് ചെയ്യും. ബാക്കി ഇവിടെ FCI റിക്രൂട്ട്മെന്റ് 2026 സിലബസ് ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റി പറയുന്നുണ്ട്, റീസണിങ് എബിലിറ്റി ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ജനറൽ സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരിക്കും ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് ഇന്റർവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ തന്നെ ആയിരിക്കും. അതിനെപ്പറ്റി പേടിക്കേണ്ട. നമുക്ക് കേരളത്തിൽ തന്നെ വേക്കൻസി ഉള്ളപ്പോൾ കേരളത്തിൽ തന്നെ ഇതിന്റെ ടെസ്റ്റും കേരളത്തിൽ തന്നെ ആയിരിക്കും. ഇവിടെ പറയുന്നുണ്ട് ബേസിക് സാലറി 40,000 തൊട്ട് 71,000 വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ബേസിക് പേ ആണ് നിങ്ങളുടെ 40,000 പറയുന്നത്. അതുപോലെ തന്നെ 71,000 പെർ മന്ത് ഇവിടെ പറയുന്നുണ്ട്. ബാക്കിയുള്ള അലവൻസ്, ലേണേഴ്സ് അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് നിങ്ങൾക്ക് കിട്ടും, മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്. അപ്പൊ ഞാൻ താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് ആദ്യം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നോക്കുമ്പോൾ നമുക്ക് ഹിന്ദിയിലാണ്. നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് എന്നുണ്ട്. ഈ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ റിക്രൂട്ട്മെന്റ് നോക്കണം. ഈ റിക്രൂട്ട്മെന്റ് നോക്കുമ്പോൾ ഇവിടെ വേറെയും ചില നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ തുറന്നു നോക്കിയ സമയം അതുകൊണ്ട് ഞാൻ തുറന്നു നോക്കുന്നില്ല. നിങ്ങൾ
ഈ ഓരോ നോട്ടിഫിക്കേഷൻ ഈ ഒക്ടോബർ 31 അതിന്റെ കഴിഞ്ഞു പോയി. പക്ഷെ ഏപ്രിൽ 6 നോട്ടിഫിക്കേഷൻ ഉണ്ട്, മെയ് 6 ഉണ്ട്, ജൂൺ ഉണ്ട് 26. ഇത് 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ 2 നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കണം. ഇതിനകത്ത് ഏത് വേക്കൻസിയാ പറയുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ്. നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാര്യം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ. ഞാനിത് ഈ വെബ്സൈറ്റ് ഇവരുടെ കാണിച്ചെന്നേ ഉള്ളൂ. ഈ ഒരു വെബ്സൈറ്റിൽ ഇവരുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ വരുന്നത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.